ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണ്ടത്തെ ഒരു ഉഷാറിയല്ലോ, ഉഷാറൊക്കെ ഉണ്ട്. പിന്നെ ഞാനിപ്പോൾ പുറത്ത് വന്നുള്ളൂ കേട്ടോ. എൻ്റെ കടയിൽ പോയതാ. നമ്മൾ ഒരു കടയിൽ പോയി വന്നാന്ന് പറഞ്ഞു. നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിച്ചോ ഗൈസ്? വേറെ സംഭവങ്ങൾ ശ്രദ്ധിച്ചാ കണ്ടാ, കുട്ടനാട് വരയാട് ചെന്ന എല്ലാ ആടും എല്ലാ നായക്കളും ഒരു നമ്മള് മറ്റേ ഇത് വരിയേ എന്താ പറയാ, മറ്റേ പുതിയ സ്റ്റൈലാണ്. ഇത് പുതിയ സ്റ്റൈലല്ല, മറ്റേ നമ്മൾ ചില ആടുണ്ടല്ല, മറ്റേ ജമുനാപ്യാരി അങ്ങനത്തെ ഒക്കെ ആടുകളുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവില്ല, അതേമാതിരി ഉണ്ട്. കറക്റ്റ് അതന്നെ, കറക്റ്റ്. പറഞ്ഞിട്ടില്ല കാര്യം, പറഞ്ഞിട്ടില്ല പഴം നിന്നതിന്റെ സ്മെല്ലാ. അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോയിൽ വന്നിട്ടില്ല ചേട്ടാ, അതായത് വീഡിയോ വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് പറയുന്നത് ബനാന ഈറ്റിംഗ് ചാലഞ്ച്. അപ്പോൾ നമ്മളെ വീഡിയോ അതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ പഴം കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്താ പറ്റിയെന്നറിയോ, പഴം കറുത്ത് കരിങ്കുട്ടി കുറച്ച് നമ്മൾ റേസിസം ചെയ്യാൻ പാടില്ല. റേസിസം നമ്മൾ അനുവദിക്കുന്നില്ല, ഇല്ലടാ തടിയാ. നമ്മള് നമ്മള് ഒരാളെ പോരായ്മ പറയുക സംഭവിക്കുക. നമ്മള് കോമഡിക്ക് ഇതാ തടിയാ വെളുപ്പ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമല്ല കേട്ടോ. നമ്മളെ അനുവദിക്കൂല, നമ്മളെ വീഡിയോയിലായാലും നമ്മളെ അനുവദിക്കൂല. നമ്മളങ്ങനെ ചെയ്യാൻ പാടിയ തെറ്റാണ്. പ്രകൃതി തരുന്നൊരു സൗന്ദര്യമുണ്ട്, അതാണ്. അല്ല സത്യഭാമേന്റെ കാര്യം അല്ല, ഇവ ഇന്നലെ വാങ്ങി ക്രീമിന്റെ പേരെന്താ ഞാൻ മറന്നു. പ്രകൃതി എന്ന സൗന്ദര്യം മറന്നിട്ട് ഏതോ ക്രീമൊക്കെ വാങ്ങി ചെറുതായിട്ട് വീഡിയോ ഒക്കെ എടുക്കുമ്പോഴേ ഷൈനിങ് ആയിക്കോട്ടെ, അവനെല്ലാം നടക്കും. അല്ല നിങ്ങളെ ഇഷ്ടമല്ല നമ്മളെ ഇഷ്ടം. എന്തൊക്കെ പറയുന്നു അവര് അമ്മ ഇജ്ജറിഞ്ഞ അമ്മക്ക് ഫുള്ള് ഫാൻസാണ്. നടന്നോ വയ്യ, എന്താ ഫാൻസ് ഫുള്ള് മെസ്സേജ് ചളി അടിച്ച ഞാനാരായി. സങ്കടമുണ്ട്. ഞങ്ങൾ വർത്താനം പറഞ്ഞ ഞങ്ങളാരായി, നടുവിൽ നിന്ന് അമ്മ ആരായി. അമ്മ ഫുൾ ഫാൻസാണ്. കമന്റ് ബോക്സ് എടുത്തു നോക്കാൻ വയ്യ. അമ്മ പവർ, അമ്മക്ക് ഫാൻസ്. അമ്മ പുളി, അമ്മ പവർ, അമ്മ പുളി, അമ്മ പവർ, പവർ. അച്ഛന് കുറച്ച് ഇതൊക്കെ അടിച്ചിട്ടാ. അച്ഛൻ ഫുള്ള് ഈഗാണ്. അച്ഛൻ ഫുള്ള് ഈഗോ. ഇവൻ പിന്നെ അതിന്റെ അപ്പുറമായിക്കും. ഞാൻ പിന്നെ പാവം. ഞാൻ പിന്നെ വേറെ കളിക്കല. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കറിയാം. ശ്രദ്ധിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണേ. ഇനി ഇതെങ്കിലും കണ്ട് ശ്രദ്ധിക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വളർത്തി തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഞാൻ പിന്നെ വളർത്തി തുടങ്ങിയിട്ടുള്ളൂ. ഉടനെ നമ്മൾ സേവ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും. ഇത് പൊളിയല്ലേ, എന്നാലും കുറച്ചൊക്കെ ഉഷാറായി. അതെ, സൂപ്പറായിട്ടുണ്ട്. ഇത് രസമില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കുറച്ച് 2 ദിവസത്തിനുള്ളിൽ പഠിക്കുന്നതായിരിക്കും. തന്നെ പഠിച്ചാളാ ആ സേവ് സെറ്റ് തന്നെ പഠിച്ചോ. അപ്പോൾ അതെങ്ങനെ കേട്ടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ബനാന ഈറ്റിംഗ് ചലഞ്ചിലേക്ക് കടക്കാം. അപ്പതാ അതല്ലേ നമ്മൾ ആടിനെ കെട്ടാൻ പോകുന്നു. അതല്ല എനിക്ക് മനസ്സിലാവും. എനിക്കെന്ത് ഇതിന് ഈ ബനാന ഈറ്റിംഗ് ചലഞ്ചിന് എന്തിനാണ് ഈ കണ്ണമ്മ കെട്ടുന്നുള്ളത്? അത് നമ്മള് അതിന്റെ ഒരു റൂൾ അങ്ങനെ നമ്മള് കെട്ടണം. നമ്മള് കെട്ടണം. റൂള് കെട്ട് ഇപ്പൊ കെട്ടിട്ട് ചെയ്യാൻ പാടുള്ളൂ. കെട്ടിട്ട് പിന്നെ നമ്മളിത് ഭയങ്കര ഇതിന്റെ കണ്ടന്റ് ഭയങ്കര സംഭവം വയറിലൊക്കെ ഇപ്പൊ കളിയാക്കും ബനാന ഈറ്റിംഗ് ചലഞ്ച് കണ്ടിട്ട് വലിയ സംഭവമാക്കി. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങള് ചെറിയ കാര്യങ്ങൾ, പക്ഷെ അതിൽ വലിയ വലിയ സന്തോഷങ്ങളുണ്ട്. അന്റെ കെട്ടാൻ പറയും. ആരെങ്കിലും എന്റെ കെട്ടിക്കൊടുക്കേ, വേഗം കെട്ടിക്കൊടുക്കേ. അമ്മേനെ കാണിക്കൂ. അമ്മയ്ക്ക് ഫാൻസുകൾക്ക് ഒരായി പറയും. ഫാൻസ് നിങ്ങൾ അറിഞ്ഞല്ലോ. എന്തായാലും അമ്മ ഫുള്ള് ഭയങ്കര ചാടിയാണ് ഇപ്പൊ. അമ്മനെ കിട്ടാനില്ല ഇപ്പൊ. ഒന്ന് കെട്ടി തരി. കെട്ടുന്നതിന് പൈസ ഉണ്ട് തരുമോ? മൈക്ക് വേണ്ടേ? പിടിച്ചോ. ഇഷ്ടംപോലെ ചുറ്റുള്ളൊക്കെ കാണിക്ക്.
എന്താ അമ്മ പൊട്ടത്തരം പറയും? എന്താ അന്നത്തെ പക വിട്ടങ്ങള്? അമ്മ ഓർമ്മയില്ല പറഞ്ഞൊക്കെ വാ പാടത്തുണ്ടാ പറഞ്ഞ. ആ ഏട്ടന് കുടിക്കും അമ്മ. എന്താടാ നീയാ നീ അമ്മ എന്റെ പ്രതീക്ഷകളാട്ടാ. എവിടെ എവിടെ? ആ അല്ലേ ഓക്കെ അല്ലേ ഏട്ടാ തിന്നാ ഓക്കെ അല്ലേ? എവിടെ ഇന്റെ എവിടെ? അന്റെ കയ്യിൽ പഴം കിട്ടിയാ? അപ്പൊ ഇന്റെ കയ്യിൽ ഇട്ടിരിക്കല്ലോ. അവിടെ ഈ മൈക്ക് കുടിച്ചിട്ട് ഞാൻ അങ്ങനെ തിന്നുക. അല്ല ഒരു കൈ കൊണ്ട് കുടിച്ചോ? ആ അപ്പച്ചി ജയിക്കും. അപ്പോ അത് പറ്റൂല. അമ്മ എവിടെ? എവിടെ ഇതെന്തത് ഇച്ചി തിന്നൽ തുടങ്ങിയാ? അമ്മ അത് തിന്നുണ്ടോ നോക്കി ഗൈസ്. ഇവ തെറ്റിക്കുണ്ടോന്നൊന്നും നമുക്കറിയില്ല. നമ്മള് എന്താ പൊട്ടന്മാരെ വരി ഇങ്ങനെ നോക്കി നിങ്ങളോട് എവിടെ ഇപ്പൊ ക്യാമറ എന്ന് പോലും അറിയില്ല. എവിടെ രണ്ടാമത്തെ പഴയുടെ എങ്ങോട്ട് നോക്കിയിട്ട് പറയുന്ന കൂടി അറിയില്ല. നിങ്ങളൊക്കെ കേൾക്കണ്ടെന്ന് വിചാരിക്കണേ. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് ചലഞ്ച് ഇപ്പൊ തുടങ്ങും. നിങ്ങള് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തെങ്കിലുമൊക്കെ ചളി പറയും കേട്ടാ. ഇജ്ജ് ഇവിടെ തന്നെ അല്ലേ? ഈ ചോദ്യം ഇജ്ജ് തിന്നാ അവിടെ തിന്തറാ. ഐ ഇതെന്തറാ അന്റെ പഴോ? അല്ല എന്റെ പഴം. എന്റെ പഴം പഴല്ലേ? ഇവന് കൊടുക്ക് വേഗേ. എവിടെ എന്റെ പഴം? ഒരു പഴന്റെ എടുത്തില്ല. എവിടെ? എന്റെ ഒരു പഴം. 2 പഴം ഇന്നത്. ഇതെന്ത് ഞാൻ വിളിച്ചോളാം. അപ്പോ എന്റെ പഴം എത്തിയിട്ടുണ്ട് ഗൈസ്. റെഡി ആയില്ലേ? എവിടെ? ഞാൻ ഇവിടെ തന്നെ അല്ലേ, മൈക്കിന്റെ മുമ്പിലല്ലേ? അല്ല മൈക്ക് ആരെ പിടിക്കുക? മൈക്ക് ഓഫ് ആയോ? ഓണാണോ നോക്കാം മൈക്ക്? ഓണല്ലേ? അപ്പൊ മൈക്കൊക്കെ ഓണേ. നമ്മൾ സെറ്റായി. വീഡിയോ ഓണല്ലേ? ഒക്കെ റെഡി അല്ലേ? പഴം ഉണ്ടോ അവിടെ? മൈക്ക് ഞങ്ങൾ എടുത്തേക്ക് അമ്മ. മൈക്ക് ഇവിടെ എടുത്തേക്ക് പിടിക്കണേ. ഈ നടുവിൽ പിടിച്ചാൽ ഇങ്ങനെ പിടിച്ചാൽ ആദ്യം കഴിഞ്ഞിട്ട് പഴംപരിയായി. ഫുള്ള് ഓണ എയറായിട്ട് പോയി. റെഡി 1 2. പിന്നെ വേറെ പ്രശ്നം എനിക്ക് വായ്പുണ്ടാ. ആർക്ക് വായ്പുണ്ടാ? സമാനം അമ്മ റെഡി അല്ലേ? പഴം ഉണ്ട്. വേണ്ട അതിന് ചോദിച്ചാ പഴത്തിന് നമ്മള് പഴം നല്ല തീറ്റയാണ്. അമ്മനോടൊക്കെ ചോദിച്ചു. കാടനെ കൊണ്ട് മതി നിർത്തി തുടങ്ങല്ലേ? അമ്മ റെഡി 1 2 3 സ്റ്റാർട്ട്. അവര് പറഞ്ഞോട്ടെ. Ready 1 2 3. സ്റ്റാർട്ട് ചെയ്യാൻ റെഡി 1 2 3. എവിടെ മൈക്ക് ഉണ്ടാ? റെഡി ഞാൻ പറയുന്ന ഓടാൻ പോവാണ്. റെഡി വാ. ആടാ Ready 1 2 3. സ്റ്റാർട്ട് പറയ്. ഞാൻ പറഞ്ഞോളാം. റെഡി 1 2 3 സ്റ്റാർട്ട്. ചാച്ചിന്ദ്ര ഏട്ടന് പണിയെടുക്കാൻ പറഞ്ഞല്ല. ഇത് വല്ലാത്ത സാധന. അങ്ങനെ അന്റെ ഏട്ടനല്ലടാ അവൻ. ഞാൻ പണിയെടുക്കാൻ പാടുണ്ടോ? ഞാനും കൂടി കൂട്ടി നിന്നിട്ട് ചെയ്ത പണിയാണ്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങളെ ഏട്ടന് അനിയനല്ലടാ. ഈശ്വരാ അതിലേ അണക്കൊരു പണി തന്നതായിരുന്നു. അങ്ങനെ അവൻ ചെയ്യാൻ പാടില്ല. അപ്പൊ അവന് ഞാൻ പണി കൊടുത്തതാണ്. അങ്ങനെ ഏട്ടന് എപ്പോഴും പണി കൊടുക്കാൻ പാടില്ല. എന്താടാ എന്താ 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 കുണ്ടി കിടന്നോ? അവിടെ നീ പഴം തിന്നോ? എന്നാ പഞ്ചസാര ഐസ്മല
മൂന്നെണ്ണം കഴിക്കേണ്ടിണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പൊ സൈഡ് ഔട്ടാ. കൊപ്പയാ അവള് ഫുള്ള് പവറാണ്. ബ്യൂട്ടിഫുൾ പീപ്പിൾ, ബ്യൂട്ടിഫുൾ പീപ്പിൾ. അപ്പൊ നമ്മളിതാ നമ്മളെ കയ്യിൽ മുളകൊക്കെ ഉണ്ട് കേട്ടാ. ഈ മുളക് എന്തിനാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് നമ്മൾക്ക് ഏട്ടനുള്ളൊരു പണിയാണ്. ഏട്ടൻ പുറത്തേക്ക് പോയതാണ്, കടയിലേക്കറ്റേ പോയതാണെന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊരു സംഭവം ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ എന്തോ ബനാന ഈറ്റിംഗ് ചാലഞ്ച് അങ്ങനെ എന്തോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആൾ പോയതാണ്. എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ പോയതാണ്. അപ്പോൾ നമ്മൾ ആ ഗ്യാപ്പിൽ നമ്മൾ ഏട്ടനിട്ടൊരു പണി കൊടുക്കുക. നമുക്ക് കുറേ പണിയും പാരൊക്കെ തരുന്നുണ്ട്. അപ്പം നമ്മൾ തിരിച്ചും പണി കൊടുക്കണ്ടേ? അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു പണിയിലാണ്. പഴം ഇതെന്താ സംഭവം അറിയോ? നമ്മൾ അടുത്ത വീഡിയോ ആണ് നമ്മൾ എടുക്കാൻ പോകുന്ന വീഡിയോ. ബനാന ചലഞ്ച്, ഈറ്റിംഗ് ചലഞ്ച്. ഏട്ടൻ കടയ്ക്ക് സാധനം എന്തോ കരുതി കൂട്ടിയിട്ടേ ഇതിൻ്റെ ഉള്ളിലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പണി കൊടുത്തിട്ട് ഏട്ടന് കൊടുക്കണ്ടേ? എനിക്ക് കുറെ പണി തന്നല്ലേ, പണി തന്നല്ലേ രണ്ടാക്കും. അപ്പൊ ഒരു പണി കൊടുക്കണം. എന്റെ അമ്മയ്ക്കല്ല ത്രില്ല, മോനെ നല്ല പണി കൊടുത്തു. ഇതിക്കുമ്പോ ആരായൂലെന്ന് ആര് കണ്ടു? ഇത് നമ്മള് കൂടുതൽ വിശ്വസിക്കാൻ പാടില്ല, ഇതിനെ കൂടുതൽ വിശ്വസിക്കാൻ പാടിയാൽ മതി. അപ്പൊ നമ്മള് ഇത് പണി ചെയ്യാൻ പോവാണ്. അപ്പൊ ഇത് കീറിയിട്ട് സംഭവം ചെയ്യണം. ഇത് അവ പെട്ടെന്ന് തിന്നുമ്പോൾ ഒന്നും അറിയില്ല. പെട്ടെന്ന് സ്പീഡിൽ നിന്നാൽ മതി. നമ്മൾ കണ്ണൊക്കെ കെട്ടിയിട്ട് സ്പീഡിൽ നിന്നാൽ മതി. അപ്പം അവ അറിയില്ല. അപ്പം അങ്ങനെ ഒരു പ്ലാൻ. ഈ പ്ലാൻ നമ്മൾ പൊളിയൂല. ഇത് നമ്മൾ സക്സസ് ആവും. അപ്പൊ അത് കാണൂല. അപ്പൊ കണ്ണ് കെട്ടി ആദ്യം കണ്ണ് കെട്ടിക്കും. എന്നിട്ട് ഈ തൊളിച്ചു കൊടുക്കേ. തൊളിച്ചു കൊടുക്കണം. മറ്റേത് തൊളിക്കുന്ന ഇടയിലത്തെ സാധനം പോയി കഴിഞ്ഞാൽ തൊളിച്ചിട്ട് സെറ്റ് ആക്കിയിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ അറിയൂ, മറ്റേ അറിയും. അങ്ങനെയുള്ളൊരു പ്ലാനിങ് ആണ്. അപ്പൊ പറയാനൊന്നും പറ്റില്ല. മീനെ പറ്റിച്ച ആ വീഡിയോ ആണ് നമ്മൾ അടിയിൽ ഇട്ടാ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഓരോ പണികൾ ഏട്ടൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ പോകും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോയ്ക്ക് ഇറക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഈ പഴം എവിടെ ഇപ്പോൾ പൊളിക്കാം, നമ്മൾ തിന്ന ഭാഗത്ത് തന്നെ പൊളിക്കാം. പെട്ടെന്ന് ഫസ്റ്റ് കടിയിൽ തന്നെ കിട്ടണം. ഫസ്റ്റ് കടിയിൽ തന്നെ അവൻ മൂഞ്ചണം കിട്ടും. അവന് നമ്മൾ പണി കൊടുക്കും. പടക്കം വെച്ചെടുക്കാൻ പറ്റുമെങ്കിൽ പടക്കം വെച്ചെടുത്തു. അവനത്ര കയപ്പുണ്ട് തീർക്കണം. മിക്കവാറും അവയ്ക്കും പണി തരാൻ ചാൻസ് ഉണ്ട്. ഇത് തൊഴിച്ചാലോ ഇത് അറിയാത്ത രീതിയിൽ ചെയ്യും. ഇതിൻ്റെ ഉള്ളിൽ ഇത് കൊള്ളൂല, കുറച്ചുകൂടി വലുതാക്കാം. ഫസ്റ്റത്തെ കടിയിൽ തന്നെ കിട്ടണം കേട്ടോ. നമ്മൾ ഇത് വീഡിയോസ് കാണണം. നമ്മൾ അനിയന്മാരും ചേട്ടന്മാരും തമ്മിലുള്ള ദേഷ്യം തീർക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒക്കെ ഒരു വീഡിയോസുകൾ ട്രൈ ചെയ്ത് നോക്കിട്ടോ. അല്ല അമ്മ, ഇത് ഇതിനുള്ളിലേക്ക് കയറ്റണമെങ്കിൽ ഇവിടെ ചെറിയ ഭാഗം കട്ട് ചെയ്ത് പോകാം. മറ്റേത് കാണാൻ കുറയ്ക്കണം. അപ്പോൾ എല്ലാവർക്കും നമ്മളെ സപ്പോർട്ടാട്ടോ ഫുള്ള്. നമ്മ എന്താ ചെയ്യുക, ഒരു നല്ല കാര്യം ചെയ്യണമെങ്കിലേ വയറാളൊക്കെ നടക്കും. ഇത് ഒന്നും കൂടി ഇത് മതി, 2 മുളക് മതി. പാവാണ്, ഒന്നൊന്നും പോരാ. ഒന്നും വേണ്ടപ്പോൾ 3 വെക്കാൻ പറ്റുമോ? 3 വെക്കാം. ആരപ്പ അതറിയൂലേ? ഒന്ന് കുറച്ചും കൂടി ഒരു ആഴം കൂട്ടാം. എന്നാ 2 വെക്കലേ. 2 വെച്ചാൽ ആഴം കൂട്ടണം. അപ്പം നമ്മൾ എന്താ പ്രായം, എന്താ സ്വന്തം മോനിട്ട് പണിയെടുക്കാൻ പറ്റിയ ഗ്യാപ്പൊന്നും പിടിയിട്ടാ നിങ്ങൾ വലിയ ഓട്ടേക്കാൻ പോകുന്നത്. ഇത് അറിയൂലെന്ന് വിചാരിക്കണേ. അറിയൂല, അറിയാത്ത രീതിയിൽ നമ്മൾ ചെയ്യണം. അതാണ് നമ്മളെ കഴിവ്. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇത് കണ്ണടച്ച് കൊടുക്കുമ്പോൾ ഒന്നും അറിയില്ല. മനസ്സിലായി? അവന് പഴാന്ന് തോന്നിയത് ഇതാണ്ട് കടിക്കുമ്പോൾ കിട്ടണം. അങ്ങനെ കിട്ടണം. കിട്ടുന്ന വിചാരിക്കും, കിട്ടും. നമ്മളെ പ്രതീക്ഷ അതാണ്. അപ്പം നമുക്ക് ആ വീഡിയോക്ക് ആണ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പഴത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കാട്ടി ചെയ്യുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? ഇപ്പം പറഞ്ഞാൽ ഇതിൽ ഇടുന്നു പറഞ്ഞു. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോ ഇടും.
അതല്ലടാ ഞാനിപ്പോ ഇങ്ങനെ തിന്നൊന്നും വിചാരിച്ചില്ലടാ. പിന്നെ ഇവയെ അണക്ക് തരാൻ ചെയ്യാൻ പാടില്ല. ഇന്ന് രണ്ടാളും ആസ്ഥാനത്തിലായില്ലേ. അതല്ലടാ ഇവർ രണ്ടാളും കൂടി എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പണി കൊടുക്കലാണ്, ഏട്ടനും അനിയനും കൂടി. അപ്പോൾ ഇവനാണ് പ്രജുവിനാണ് ഏറ്റവും കൂടുതൽ ഏട്ടന് പണി കൊടുക്കുക. അപ്പം ഞാനും കൂട്ട് നിന്നിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പം അവനെന്നെ ഒരു പണി കൊടുക്കണം, എന്നാലും ഇത് നിർത്തി. അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ വീഴാന്ന് പറയുന്നത്. സത്യം പറഞ്ഞെങ്കിൽ ആകെ സങ്കടമായിട്ടാ. നല്ല എരിവുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഇവൻ തിന്നുന്നു ഞങ്ങൾക്ക് തിന്നിട്ടില്ലെങ്കിൽ ഞാൻ നിന്നല്ലേ, തിന്നിട്ടില്ലെങ്കിൽ ഞാൻ തിന്നണ്ട. പക്ഷെ എന്നാലും ഞാൻ എന്തെങ്കിലും ഒരു ഇത് കാട്ടിയത് ഇപ്പൊ ഇങ്ങനെ തിന്നു ഞാനും വിചാരിച്ചില്ല. നമ്മളാണേ ഇതെന്തിനാ തിന്നു? ഞാൻ ചേച്ചി തുപ്പുന്ന് വിചാരിച്ചു. ഇല്ല തുപ്പി കഴിഞ്ഞാ അറിയൂലേ, അതാണ് ഞാൻ പറയണ്ട ചേച്ചി. അറിഞ്ഞ എന്റെ കാര്യം തീരൂ. പിന്നെ ഞാൻ ഇമോഷണൽ ആയിട്ട് പൊളിച്ചില്ല. സംഭവം ഈ ബനാനീറ്റി ചലഞ്ച് പ്രാങ്ക് മറ്റേ സാറായി പോയി. കോപ്പയാ നമ്മള് ഒന്ന് പാളി ഒന്ന് നമുക്ക് അടുത്ത ചിലത് റെഡി ആവും, ചിലത് റെഡി ആവില്ല. മീൻ എനിക്ക് ഭയങ്കര പേടിയട്ടോ. അങ്ങനെ ജീവനുള്ളവര് മീൻ പിടിക്കാൻ പോയി വീഡിയോ രണ്ടാൾ ടാർഗറ്റ് പിന്നെ ജീവനോടെ കൊണ്ടുവരും. പക്ഷെ ഞാൻ പിടിക്കുന്നില്ല, എനിക്ക് ഭയങ്കര പേടിയാണ്. എന്നിട്ട് ഇവരെന്താ എന്നെ മണപ്പിക്കുക, ഞാൻ മീനാന്ന് വിചാരിച്ചിട്ട് മണപ്പിക്കുന്നത്. ഭയങ്കര ഇതൊക്കെ പേടിയുള്ള സംഭവമാണ് ആ മീനിനെ. എന്താ അറിയോ, അപ്പോൾ കഴിഞ്ഞ ഈ പറഞ്ഞ വീഡിയോ ഒക്കെ ഇതിൽ തൊട്ട് താഴത്തിട്ട വീഡിയോസ് ആട്ടോ. അതൊക്കെ ഞങ്ങൾ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതൊക്കെ പോയി കണ്ടോളേ. ഒക്കെ അടിയിലുണ്ട്, അടിയിൽ കൊടുക്കുന്നുണ്ട്. അല്ലടാ ഇനി ഇങ്ങനെ പണി കൊടുക്കൂലല്ലേ ഏട്ടന്? അല്ല ഞാൻ പണി നമ്മള് നിർത്തൂല. ഇത് ചെറുതായിട്ട് പാളിയതാണ്. ഇത് സംഭവം ഒന്ന് പാളിയ നമ്മള് ഒന്ന് എന്നോട് പറയില്ല, അതൊന്നും ഇന്നോട് പറയില്ല. അമ്മനോട് നമ്മള് പറയില്ല, നമ്മൾ ഒറ്റയ്ക്ക്. ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മള് എന്തെങ്കിലും സംഭവം ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ചെയ്യണം, മറ്റേ നടക്കൂല. ഇത് ചൊറയാണ് അറിയില്ല. ആരും വിശ്വസിക്കാൻ പാടിയാട്ടാ മക്കളെ, ആരും വിശ്വസിക്കാൻ പാടിയാ. അനുഭവം കൊണ്ടാണ്, അനുഭവം കൊണ്ട്. ഇത് മറ്റേ മോട്ടിവേഷനെ കിട്ടുള്ളൂ. നിങ്ങള് സ്റ്റാറ്റസ് ഇപ്പൊ തന്നെ കേട്ടോ. അനുഭവം അതാണ് വലിയ മറ്റേ അനുഭവമാണ് ഗുരു. ഇവർക്കുള്ള പണി നമ്മള് കൊടുക്കൂട്ടാ. നിങ്ങൾ അടിയിൽ കമന്റ് ചെയ്തോ എന്താ പണി ഇതുകൊണ്ട് നിർത്തൂല, നമ്മള് നിർത്തൂല. എനിക്ക് ഒന്നാമത് വായ്പുണ്ണുള്ളതുകൊണ്ടേ എരിച്ചിൽ കൂടി. അതൊക്കെ പിന്നെ ചതിക്കണ് ഇങ്ങനെ മനസ്സ് കിട്ടുന്നു. ഓ ചതിയുടെ നിറകുടങ്ങളാണ്. നമ്മള് കൊടുത്ത പഴം കുറച്ച് എല്ലാ വാഴക്കൊലയിലും ഉണ്ടാവും ഓരോ ചീഞ്ഞ പഴം. അങ്ങനത്തെ ചീഞ്ഞ പഴങ്ങളാണിത്. ഞാൻ പറയാ ആ ചീഞ്ഞ പഴത്തിന് ഇപ്പൊ തന്നെ മുറിച്ചോണ്ട് പോവാൻ ഉവക്ക. നമ്മൾ ഫ്രഷ് നമുക്ക് കുറച്ച് നല്ല പഴുത്ത പഴാട്ടാ, അതുകൊണ്ടാണ് ഈ കളർ അല്ലാതെ ഇത് പിടിച്ചിട്ട് ഇതൊന്നും ആയതല്ല. അല്ല ഇത് സംഭവം ഇതാണ് നല്ല പഴുത്ത എന്നാ അറിയില്ല ചൂട്. ആ പിന്നെ നല്ല പഴുത്ത പഴമാണ്. നല്ല ഇത് സയന്റിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നുമില്ല. എന്തിനൊക്കെ കേട്ടിട്ട് പറഞ്ഞൂടെ. അപ്പൊ നമുക്ക് കുറച്ചെണ്ണം ഉണ്ട്, നമുക്ക് പൊരിക്കാം. പൊരിച്ചിട്ട് നമുക്ക് ഒരു വീഡിയോ കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കുറച്ചേരം ഈ പദങ്ങൾ നടക്കട്ടെ. അപ്പൊ നേരെ നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പൊ ഗൈസ് ഇതാ പഴംപൊരി, പഴം എനിക്ക് സ്വന്തം, എനിക്ക് സ്വന്തമാക്കാം. നമുക്ക് സ്വന്തമാക്കാം. ഇത് ചലഞ്ച് വീഡിയോ ഡിസൈൻ ചെയ്ത് എങ്ങനെ കമന്റ് ചെയ്യട്ടെ. പക്ഷെ ഈ സ്റ്റാൻഡ് ഞാൻ ഡിസൈൻ ചെയ്തട്ടെ. സ്റ്റാൻഡ് നോക്ക്, സ്റ്റാൻഡ് വെറൈറ്റി ഉള്ള ചെലവല്ല. ഇത് മറ്റേ ചലഞ്ച് ചെയ്യേ. ഇന്നാണ് മറ്റേ ഉപ്പ് പുളി മധുരം അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ ഡിപ്പ് ചെയ്ത് കഴിക്കൂലേ. സോസേജ് മറ്റേ അല്ല സോസേജ് പോടെ. അപ്പൊ ഇതിന് നമ്മൾ 4 കാര്യങ്ങൾ എടുത്തിട്ടുള്ളത്. മധുരം, കയ്പ്പ്, എരിവ്, പിന്നെന്താ ലാസ്റ്റത്തെ എന്തായിരുന്നു? എല്ലാ ഉപകാരങ്ങളും മധുരം, കയ്പ്പ്, ഉപ്പ്, പുളി. അപ്പം നമ്മൾ 4 സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പം ഉപ്പ്, മധുരം അല്ല ഉപ്പല്ല, സോറി ഉപ്പല്ല, കയ്പ്പ്, മധുരം, പുളി, എരിവാ. ഓക്കെ. അപ്പം അങ്ങനെ 4 സംഭവങ്ങൾ എടുത്തിട്ടുള്ളത്. നമ്മൾ ഷഫിൾ ചെയ്ത് വെക്കും ഇതിലും ഒക്കെ ആയിട്ട്. അപ്പോൾ അതിൽ ഞാനായിട്ട് അമ്മയുണ്ടാവും അല്ലേ? അങ്ങനെയാണ് അങ്ങോട്ട് ഡിപ്പ് ചെയ്യും. അമ്മ അച്ഛനും ഉണ്ടാവും. അങ്ങനെ നമ്മൾ മാത്രം അങ്ങനെ ഒറ്റയ്ക്ക് ഉണ്ടാക്കണ്ട. ഇവരെല്ലാവരും അതിൻ്റെ രുചി അറിയട്ടെ. നമ്മൾ മാത്രം വരല്ലോ. എന്താ ചെയ്യാ, ഒരു സുഖം, ഒരു മനസ്സുഖം. അപ്പോൾ നമുക്ക് നേരെ അതിലിട്ട് കിടക്കാം കേട്ടോ. ഇതൊക്കെയാണ് അവ കൊണ്ടുപോയി വെക്കണത്. എനിക്കറിയില്ല കേട്ടോ, ഞാൻ തിരിഞ്ഞിക്കാണേ. കഴിഞ്ഞാൽ പറയേ.
പറയടാ കഴിഞ്ഞാ ആ കഴിഞ്ഞ് എന്നാ പിടിച്ചോ ചെറുതൊക്കെ ഇരിക്കാം ഓ വളരെ ചെറുതാലോ ദൈവമേ ഇവ നാശത്തിലേക്കാണ് പോകുന്നത്, ഇവ നാശത്തിലേക്ക് മാത്രമാണ് പോകുന്നത്. ഗൈസ് പണി പാടി ഗൈസ്. ഞാൻ ഇനി ഒരു സംഭവം മാത്രം വെക്കാൻ പാടിയത്, രണ്ടും കയ്പ് ചെയ്ത് വെക്കുന്നത്. ഇത് നല്ല ഇത് കണ്ടിട്ട് സഹിച്ചിരിക്കാനും പറ്റില്ല. ഞാൻ ഇനിയിപ്പോ അടുത്ത അൻ്റെ ആവല്ലോ ഞാൻ അടുത്ത് മക്കളേക്ക് വെയിച്ച്. അപ്പൊ ഗൈസ് ഏട്ടൻ വെച്ചുകൊണ്ടിരിക്കണ്. അപ്പൊ ഏട്ടൻ വെച്ചോണ്ടിരിക്കണ്. കണ്ടിട്ടാ കണ്ടോന്ന് സംശയം. അപ്പൊ ഏട്ടൻ കണ്ടോന്നൊരു ഡൗട്ട്, അപ്പൊ ഏട്ടന് വെച്ചോന്നൊരു ഡൗട്ടില്ലേ? അത് പോളെ അല്ല ഞാൻ കണ്ടിട്ട് ഒരു വില്ലായ്മ അത് പാലാ, പാലല്ലേ? അവിടെ പാലല്ലേ? പാല് ഞാൻ മാറ്റിക്കും പാലാട്ടെ കേസ്. അല്ലടാ ഞാൻ അവിടെ പൈബരി സെക്യൂരിറ്റി. എന്റെ ടീച്ചർ എപ്പോഴും പറയും എന്റെ തലയ്ക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന്. ആണോ? ഇതൊന്നും ഒന്നെടുക്കാതെ അട്ടിട്ട് അതൊന്നും പറ്റട്ടെ, ഇതൊന്നും ഒന്നെടുക്ക്. ആ ഇനി എടുക്ക് എടുക്ക്. ഞാൻ ചത്ത് 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 എപ്പോഴും അതിൽ കാണണ്ടാ. തലമാറി തലമാറി തല അപ്പുറത്ത് ഇതാണ് അതിവളവ് അതിവളവ് കാട്ടിന് പറയുന്നത്. അപ്പുറം അപ്പുറം അപ്പുറമാകും കടിക്കണം, ഈ കടിക്കണം. തിന്നടാ വെറുതെ ജസ്റ്റ് വാരിട്ടോ കേട്ടോ. എന്നാ പോയിക്കോ പോയിക്കോ, പറ്റില്ലെങ്കിൽ പോയിക്കോ. ആണുങ്ങളാ വരാനായ മധുരമുള്ള എന്തെങ്കിലും വെച്ചോട്ടോ. പുളി ആയാലും കുഴപ്പമില്ല, കയ്പും വേണ്ട എരിവും വേണ്ടട്ടടാ. കയ്പുണ്ടാണോ ദൈവത്തിന് അറിയാം. ഒന്ന് സഹായിക്കടാ. നോക്കരുത്, നോക്കാൻ പാടില്ല, നോക്കാൻ പാടില്ല. അതൊന്നും പറ്റൂല, അതൊന്നുമില്ല. മുക്കയില് കറക്റ്റാ 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 കടിക്ക് കടിക്ക് ഒരു കടി കടിക്ക്. റെഡിയാ? നല്ല മധുരമുള്ള എന്തെങ്കിലും വെച്ചോട്ടെ, കയ്പുകളൊന്നും വെക്കണ്ട. കയ്പ് എനിക്ക് തീരെ പറ്റില്ല. പിന്നെ പുളിപ്പാണെങ്കിൽ എനിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പോൾ ആ തേനൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചോ. പിന്നെ തേനിൽ മുക്കി കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു രസം ഉണ്ടാവുമല്ലോ. തേൻ വെച്ചോ. റെഡിയാ? മൈക്കണേ നോക്കരുത് നോക്കരുത് നോക്കരുത്. നിർത്തോ, എടുക്കാം. ഇതിൽ മുക്കിയാൽ കയ്പാവുമോ? ഇത് മധുര ഇതിലെ കഴിക്കോട്ടെ.
പാത്രം കാണില്ലല്ലോ. ഇവിടെ തന്നെ പാത്രം. ആ കുറച്ചുകൂടി താഴ്ത്തി ഏ ഇവിടെയാണ് കാണുന്നില്ല, അതുകൊണ്ടാ. മുക്കിക്കൂടെ ഓർ മുക്കണ്ട, ആവശ്യത്തിന് മുക്കിയാൽ മതി. മധുരായാലും ഉപ്പായാലും. നല്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇതാ ഏകദേശം കഴിയാനായിട്ടുണ്ട്. അപ്പോൾ അതേപോലെ പഴംപൊരിയും കഴിയാനായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് നമ്മളെ ബെല്ലൈക്കണൊക്കെ തട്ടാം. അവിടെ ഉണ്ടല്ലോ ഒന്ന്.